ഇപ്പൊ പേര് പിടി കിട്ടിയോ? ആ ഐഡിയയിൽ ഉരുത്തിരിയുന്ന പേരാണ് കേൾക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. എന്റെ മിസ്റ്റേക്ക് ആണ് പൊട്ടുന്നത്. അല്ല അങ്ങനെ ആശ്വസിക്കാൻ എപ്പോഴും ഒക്കെ അങ്ങനെ ഈ പറഞ്ഞ പോലെ പെർഫെക്റ്റ് ആയിരിക്കൂലല്ലോ. അതെ, എല്ലാവർക്കും ഒരേ വീഴ്ചകൾ കാണൂല്ലേ. വലിയ തെറ്റില്ലാത്ത ഷേപ്പിലെ 3, 3, 6, 1, 7 എണ്ണം കിട്ടി. ചീരപ്പരിപ്പ് കൂടെയാ. ആ വെറൈറ്റിയാ. കഴിച്ചു നോക്കിയേ. കഴിഞ്ഞൂന്നേ. ചീരപ്പരിപ്പ് ആ 1/3 കട്ട് ചെയ്തോളൂ. ഉഷാറാവും. 2/3 ഫ്രിഡ്ജിലാ. ഇങ്ങനെ അപ്പക്ക് 2/3 പിടികിട്ടി. ചീരയുടെ ടേസ്റ്റ് വന്നപ്പോഴേ പരിപ്പേടയുടെ മുഖഛായ തന്നെ മാറിപ്പോയി. കയ്യിൽ എന്നാ ഉള്ളേ? ഇതന്നെ പച്ചിലേക്ക് എടുത്തു വെച്ചേക്കണേ. ഇനി വ്യത്യസ്തമായൊരു സ്നാക്ക്. പിസുവരിപ്പ കുതിർത്തി മിക്സ് ചെയ്തു. പിന്നെ ചീര കുറച്ച് ഇരിപ്പുണ്ടായിരുന്നുള്ളൂ. ചീര അത് അരിഞ്ഞു വെച്ചു കേട്ടോ. ആയിക്കോട്ടെ. ചുമന്ന ചീരയാ. ഇന്നലത്തെ തോരൻ എടുത്തപ്പോ ഞാൻ സ്വല്പം എടുത്ത് വെച്ചിരുന്ന ഇതിനു വേണ്ടി. ഇഞ്ചി, കറിവേപ്പില, ചുമന്നുള്ളി, പച്ചമുളക്. ഒരു പച്ചമുളകോ ചേർത്തിട്ടുള്ളൂ കേട്ടോ. കാരണം എന്താ വെച്ചാൽ കടിക്കുമ്പോ ചിലപ്പോ എരിവാകും. അപ്പൊ ഇച്ചിരി മുളക് പൊടി നമുക്ക് ചേർക്കാം. അത് കാശ്മീരി ചേർക്കാം, അതല്ലേ നല്ലതാണ്. അപ്പൊ നമുക്ക് എല്ലാം കൂടെ മൊത്തം അങ്ങ് മിക്സ് ചെയ്യാം. ആദ്യം ഇച്ചിരി ഇതിലേക്ക് ഉപ്പ് ചേർക്കണം. ഇത് കുതിർത്തേച്ച് ചതച്ചെടുത്താട്ടോ മിക്സിയില്. അറിയാലോ, അതെല്ലാവർക്കും അറിയാം ഇങ്ങനെയാന്നുള്ളത്. വ്യത്യസ്തമായ ഒരു രീതിയാണിത്. ഈ രീതിയിൽ ചെയ്തിട്ടില്ല. ഇതിന്റെ വേറെ വെർഷൻ നമ്മൾ ചെയ്തിട്ടുണ്ട്. ദേ ചുമന്ന ജീര ദേ അരിഞ്ഞതാട്ടോ. ഇതാ അത്ര നൈസല്ലെന്നേ ഉള്ളു അരിഞ്ഞേക്കണത്. അതാ ഇഞ്ചി, ചുമന്നുള്ളി, വേപ്പില, പച്ചമുളക്. ഉപ്പ് ഓൾറെഡി ചേർത്തു. ഇച്ചിരി മുളക് പൊടി. അപ്പൊ നല്ല കളറൊക്കെ കിട്ടും. അല്ലെങ്കിലും ചീര ചേർക്കുന്നോണ്ട് കളറുണ്ടാവും. പിരിയമുളക് പൊടി മതിയായിരുന്നു. അതാണോ? അതാ ഇത് മതി. ഇതിന് കൂടുതൽ വേണ്ട. കാന്താരി അല്ല മറ്റേ പച്ചമുളക് ഓൾറെഡി ചേർത്തിട്ടുണ്ട്. പിന്നെ ഈ പിരിയത്തിന് നല്ല പിരിയമുളക് പൊടിയാണ്ട് അത്യാവശ്യം കുറച്ചൊരു എരിവും ഉണ്ട്. അതുകൊണ്ട് പിന്നെ വേറെ മറ്റേ എരിവുമുളക് പൊടിയുടെ ആവശ്യമില്ല. കൈ കഴുകുക. ഞാൻ പതിവ് പറയുന്നത് പോലെ നീറ്റായിട്ട് കഴുകുക. കൈ കൊണ്ട് മിക്സ് ചെയ്യുക. എന്റെ രീതിയാട്ടോ പറഞ്ഞത്. കളർ ഇപ്പൊ തന്നെ ആയി. ചീരയുടെ കളറായി അല്ലേ? അതെ. ഇതിന്റെ പേരെന്നാ? പേരൊക്കെ പറയാം. സസ്പെൻസിലിരിക്കട്ടെ. അതാ പറയാത്ത. അത് ശരി. എന്റെ മനസ്സിൽ പല പേരും വന്നുണ്ട്. അപ്പൊ അത് ഊഹിച്ചോ. അത് ഇത് മെടങ്ങി ഇതിലേക്ക് വെക്കുമ്പോ എല്ലാരും പേര് പറയും എന്നാന്നുള്ളത്. ഇപ്പൊ ഞാൻ പേര് പറയണില്ല. ഉപ്പൊന്ന് നോക്കട്ടെ കേട്ടോ. ഉപ്പും മറ്റേ സംഭവത്തിന്റെയും ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ. ഇച്ചിരി ഉപ്പോടെ വേണം നോക്കട്ടെ. ഉപ്പില്ലെങ്കിൽ കൊള്ളൂല്ലേ? അതെ. വേണം. കൂടിയാലും തെറ്റ്, കുറഞ്ഞാലും തെറ്റ്. വേണ്ട, ഉപ്പുണ്ട്. എനിക്കത് ഒരു കഷ്ണത്തിൽ ഇങ്ങനെ പിടിച്ചപ്പോ ഇച്ചിരി പോരായിയാന്ന് തോന്നി. ഇനി ഒന്ന് മെടയട്ടെട്ടോ. മെടയുമ്പോ പേര് പറയാം പ്രേക്ഷകർക്ക്. അതെ. ഒന്ന് നോക്കട്ടെ. എന്നിട്ട് ഇപ്പൊ പേര് പിടി കിട്ടിയോ? പേര് പിടികിട്ടി. ചെറുതാ, കുഞ്ഞതാ കേട്ടോ. പേര് നിങ്ങൾ പറയുക. ഞങ്ങളുടെ മനസ്സിലുള്ള പേര് ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ കേൾക്കാൻ ഒരു രസം ഉണ്ടാവൂല. അപ്പൊ പല പല ആൾക്കാർക്കും പല പല ഐഡിയാസ് ഉണ്ടാവൂലോ. ആ ഐഡിയയിൽ ഉരുത്തിരിയുന്ന പേരാണ് കേൾക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അതെ. 12 പേര് വേണമെങ്കിലും ഇടാം. ഇത് കയ്യില് വെച്ചോണ്ട ഇത് ഇതിലേക്ക് വെക്കാം. എന്നാന്നറിയാമോ? ഓരോന്നോരോന്നങ്ങ് മെടഞ്ഞിട്ടാ മതി. ചട്ടി ചൂടാക്കാം. അത് ശരി. അപ്പൊ ഡയറക്ട്ലി അങ്ങനെ ചെയ്യുവല്ലേ? അങ്ങോട്ട് മെടങ്ങിട്ടാ അത് മെടങ്ങിടാൻ കുഴപ്പമില്ല. എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ട്. ഇതുപോലെയല്ല. അത് ഇച്ചിരി കുഞ്ഞോടെ ഇച്ചിരി പ്രശ്നമായിരിക്കും. എനിക്ക് എക്സ്പീരിയൻസ് കുറവല്ലേ അതിനതാ. വെള്ളം വറ്റി കഴിയുമ്പോ ഇത് ഒഴിക്കാം കേട്ടോ. ഇതെന്ന് പറഞ്ഞാൽ സോസ് അല്ല കേട്ടോ. അത് ഒഴിക്കുമ്പോ കാണാം. അതെ. ഓയിൽ ഒഴിച്ചു കേട്ടോ. വെജിറ്റബിൾ ഓയിലാട്ടോ ഇതിനാ. കോക്കനട്ട് ഓയിൽ അല്ല ഇനി ചേർത്തേക്കണം. വെജിറ്റബിൾ ഓയിൽ കേട്ടോ. ചൂടാവട്ടെ. ഇടുവാണേ. കയ്യിൽ എണ്ണ നോക്കുന്നുണ്ടോ? ഇല്ല, വേണ്ട.
എണ്ണ നന്നായി ചൂടായില്ലെങ്കിൽ പൊട്ടിപ്പോരും. ചൂടായില്ലെങ്കിൽ തല്ലുന്നേ, അത് മെടയുന്നതിൻ്റെ കംപ്ലൈൻറ്റ്. എണ്ണയൊക്കെ ചൂടായി മെടഞ്ഞത് അത്ര ശരിയായിട്ടുണ്ടാവും. ഒരെണ്ണത്തിന് മാത്രമേ ഇച്ചിരി പൊട്ടൽ വന്നുള്ളൂ. അതൊന്നും പൊട്ടിയിട്ടില്ല. വാട്ടർ കണ്ടന്റ് കൂടുതലായ ാണ് സൂക്ഷിച്ച് വെക്കണം. ഇതൊക്കെ പൊട്ടുണ്ട്, അതുകൊണ്ടേ എൻ്റെ മിസ്റ്റേക്കാണ് പൊട്ടുന്നത്. ഒക്കെ ചൂടായതാണ്. ഞാൻ മറിച്ചിട്ടോണ്ടിരിക്കുക കേട്ടോ. ചിലതൊക്കെ ഇച്ചിരി പൊടിയുന്നുണ്ട്. അത് വെള്ളത്തിന്റെ പ്രത്യേകതയായിരിക്കും അല്ലേ? വെള്ളം കൂടാനും പാടില്ല, കുറയാനും പാടില്ല. അരവിൻ്റെ എന്തൊക്കെയോ പ്രശ്നമുണ്ട്. ചിലപ്പോഴൊക്കെ ഇടുമ്പോൾ കറക്റ്റായിട്ട് വരും, ചിലപ്പോഴൊക്കെ ഇച്ചിരി കറക്റ്റ് അല്ലാതെയൊക്കെ വരും. അതൊക്കെ നമുക്ക് ഇതിൽ പറഞ്ഞേക്കണം, അതൊരു ശരിയല്ല. സംഗതി നല്ല രുചിയുണ്ട്, ഞാൻ രുചിച്ചു നോക്കിട്ടോ. സാധനം നല്ല രുചിയുണ്ട്. ഷേപ്പ് അത്ര നല്ലതല്ല. ചെറുതാണ് ഞങ്ങൾ ഉണ്ടാക്കണതിനത്. പിന്നെ വീട്ടിലുണ്ടാക്കാനല്ലേ? തിന്നു പോവും. എന്നാ തിന്നോന്നേ, തിന്നാനല്ലേ ഉണ്ടാക്കണേ. അങ്ങനെ ചിലതൊക്കെ ഞാൻ പറഞ്ഞില്ലേ പൊട്ടിയിട്ടുണ്ട് കേട്ടോ. സാരമില്ല, വീട്ടിൽ കഴിക്കാനല്ലേ. ഞാൻ പറഞ്ഞതാ. ഇത് മറ്റേല് വെക്കാം പൊട്ടിയത് കൊണ്ട് കേട്ടോ. ഇതേ നമുക്ക് മെടഞ്ഞിടാം. ഇത് കോരി വെച്ച് ഇതിൽ വെക്കുവാണ്. എന്നിട്ട് ഒന്ന് കോരി എടുക്കും, അല്ലെങ്കിൽ പിന്നെ മച്ചി അടുത്തത് ഇടുമ്പോ എല്ലാം കൂടെ കരി പോലെ ഇതേ പരത്താൻ അത്ര വലിയ ഇതൊന്നും ഇല്ല. ഒരു ഇതുമില്ല. അത് കയ്യിൽ നിന്ന് വിട്ടും പോരും. ഉഴുന്നല്ലല്ലോ, ഉഴുന്നാകുമ്പോൾ വിട്ടുപോരില്ല. അതിനായി എല്ലാവരും വെള്ളവും എണ്ണയൊക്കെ കയ്യിൽ തൂത്തേച്ച് ചെയ്യണം കേട്ടോ. ഇതിന് അങ്ങനത്തെ വിഷയമില്ല. പിന്നെ ചില മിസ്റ്റേക്ക് കൊണ്ട് ചിലപ്പോൾ ഇടയ്ക്കൊക്കെ പൊടിയും. ആ ഒരു കുഴപ്പമുള്ളൂ. ചിലപ്പോൾ ഇച്ചിരി കൂടെ ചതഞ്ഞാൽ ചിലപ്പോൾ പൊടിയില്ലായിരിക്കും. മനസ്സിലായില്ല. ഇന്ന് ഇച്ചിരി ചതവ് കുറവുണ്ടെന്ന് തോന്നണം. അല്ല, ചതവ് ഇച്ചിരി കുറവുണ്ട്. ഇത് അത്യാവശ്യം നല്ല ഇതായിട്ട് കിട്ടിട്ടോ. അല്ല, എല്ലാം കുഴപ്പമില്ല, അത്ര പെർഫെക്റ്റ് അല്ല. അത് സാരമില്ല, വീട്ടിൽ കഴിക്കാനല്ലേ. അല്ല, ഇനിയിപ്പോൾ അങ്ങനെ ആശ്വസിക്കാൻ ഇച്ചിരി അരവിൻ്റെ കുറവുണ്ടതാ. അതെ 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 അതെ. പൊടിഞ്ഞു പോണത് ഒന്നുകൂടെ ക്രഷ് ചെയ്യേണ്ടതായിരുന്നു. പരിപ്പ് ഇച്ചിരിയോടെ. അപ്പം ഇച്ചിരി കടുകടുന്ന് കടിച്ചോട്ടെ നോക്കാം ഞാൻ ഈ പരുവത്തിന് എടുത്തത്. പക്ഷെ അത് ഇച്ചിരി കൂടിപ്പോയി, ഇച്ചിരി പോരായി ആയിപ്പോയത്. ഇച്ചിരിയോടെ ചതയണമായിരുന്നു. അതെ, മിക്സിയല്ലേ, നമുക്ക് കല്ലിൽ വെച്ചൊന്നും അല്ലല്ലോ, അത് ചെയ്താൽ മതിയായിരുന്നു. എന്ത് പറയാനാ, ചെയ്തില്ല. അതെ, പക്ഷെ എന്തായാലും പറ്റിയുണ്ടോ? അങ്ങനെ എപ്പോഴൊക്കെ അങ്ങനെ ഈ പറഞ്ഞ പോലെ പെർഫെക്റ്റ് ആയിരിക്കൂലല്ലോ. അതെ, എല്ലാവർക്കും ഒരേ വീഴ്ചകൾ കാണൂല്ലേ. 1-2 പ്രാവശ്യം ഓർഡിനറി ഉണ്ടാക്കിയത് നിങ്ങൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ട്. അതായത് നല്ല ഷേപ്പിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. അല്ല, നിങ്ങൾ കണ്ടിട്ടുണ്ട്. പുതിയ വ്യൂവേഴ്സിനെ കയറി നോക്കി അറിയാൻ പറ്റും കേട്ടോ. കുറെ ഒരു പരീക്ഷണം കൂടി ആയിട്ട് ചെയ്തതാ. ചീരയിട്ട് ഇതുവരെ ചെയ്തിട്ടില്ല. അതെ, ചീരയിട്ട് ഞാൻ ആദ്യമായിട്ടൊക്കെയാണ് ഞാൻ ട്രൈ ചെയ്ത് നോക്കിയതാ. ഇല്ലേ തെറ്റില്ല, ഇച്ചിരി പൊടിഞ്ഞു പോയെന്നുള്ളൂ. പരിപ്പിന്റെ എൻ്റെ മിസ്റ്റേക്കാ. പരിപ്പ് അരഞ്ഞത് ശരിയായില്ല. വീഡിയോ എടുത്തില്ലെങ്കിൽ ഇടദിവസം വീഡിയോയും എടുക്കാൻ പറ്റൂല. അതുകൊണ്ടാണ് ഇന്ന് 2-3 വീഡിയോ ഞങ്ങൾ ചെയ്തു. പോരാട്ടോ, അല്ലെങ്കിൽ കരിയും. ഇതല്ല മറ്റോ, ഞാൻ പറയാൻ വരുമായിരുന്നു അമ്മ എന്നാ കയ്യിൽ മാറ്റിയോ. ഇതാകുമ്പോൾ വിസ്തൃത. എനിക്ക് എപ്പോഴും കുറച്ച് സാധനം ഉള്ളെങ്കിൽ ഞാൻ പറയാറില്ലേ, പാത്രവും കയ്യിലും എല്ലാം വിസ്തൃതമായിരിക്കണം. അല്ലെങ്കിൽ ഞാൻ ഇടുമ്പോൾ എൻ്റെ ഇതാട്ടോ ചിലപ്പോൾ പൊടിഞ്ഞും മുറിഞ്ഞൊക്കെ കിടക്കും. അല്ലെങ്കിൽ ഇതേ ഞാൻ അതിലേക്ക് വെച്ചേച്ച് മറ്റേ ട്രിപ്പും കൂടെ ഇടാം. 2-3 ഞങ്ങൾ 2-3 കഴിച്ചു കേട്ടോ. കണ്ടോന്നറിയില്ല, നിങ്ങൾ കണ്ടിട്ടില്ല. അത് പൊട്ടിപ്പോയതൊക്കെ ഞങ്ങളെടുത്ത് കഴിച്ചു. ഇനി ഇതും കൂടെ ഇടാട്ടോ. ഇതും കൂടെ ഉള്ളു. വലിയ തെറ്റില്ലാത്ത ഷേപ്പിലെ 3-7 കിട്ടി. ഒരു 3-4 ചെറുത് ഞങ്ങൾ 2 പേരുമായിട്ട് കഴിച്ചു. കാരണം അത് ഇച്ചിരി പൊടിഞ്ഞും ഷേപ്പ്ലെസ്സും ഒക്കെ ആയിപ്പോയി. പിന്നെ നല്ല രുചിയുമായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞു തീർക്കട്ടെ, പിന്നെ ഇത് എന്ന് വെച്ച് പെർഫെക്റ്റ് ഷേപ്പാന്ന് ഞാൻ ഒരിക്കലും അവകാശപ്പെടുന്നില്ല. ഇതിലെ പരിപ്പ് ഇച്ചിരി ചതവ് കുറഞ്ഞു പോയത് കൊണ്ടാണെന്നാണ് എനിക്ക് തോന്നണത് പൊടിഞ്ഞു പോകുന്നത്. എണ്ണയൊക്കെ നന്നായി ചൂടാക്കിയതിന് ശേഷം കാര്യം വറക്കാനായിട്ട് ഇട്ടതാ. ഞാൻ സ്ഥിരം ഉണ്ടാക്കണതാണ്, ചീര ചേർത്തുണ്ടാക്കാറില്ല എന്നുള്ളൊരു വ്യത്യസ്തത മാത്രമേ ഉള്ളൂ. ചില സമയത്തൊക്കെ പൊടിഞ്ഞു പോകാറുണ്ട്. അത് പറയാലോ, എപ്പോഴും ഒന്നും
വൃത്തിയായിട്ടൊന്നും കിട്ടാറില്ല. അപ്പൊ പിന്നെ ആർക്കും കൊടുക്കാനൊന്നും ഇല്ല ഇവള് പറഞ്ഞതുപോലെ. അതുകൊണ്ട് അവനവൻ തന്നെ കഴിക്കാനുള്ളതായതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ പൊടിഞ്ഞു പോയാലും പെർഫെക്റ്റ് അല്ലെങ്കിലും ഏത് രീതിയിൽ കിട്ടിയാലും ആ രീതി നിങ്ങളെ കാണിക്കാറുണ്ട്. നമ്മളിപ്പോ എല്ലാ സംഗതികളും പെർഫെക്റ്റ് ആയിട്ട് ആർക്കും പറ്റൂലല്ലോ. ഒരാളും കിച്ചണിലെ എല്ലാം പെർഫെക്റ്റ് ആയിട്ടും ചെയ്യാനും പറ്റില്ല. കിച്ചണിൽ മാത്രമല്ല മറ്റൊരു കാര്യത്തിലും പറ്റില്ല. എനിക്ക് അതിന് മടിയൊന്നുമില്ല കാണിക്കാൻ. അത് ഞാൻ കാണിച്ചിരിക്കും. ഞാൻ എപ്പോഴും പറയൂല, ആദ്യമായിട്ട് എന്തെങ്കിലും സംഭവം ഉണ്ടാകുമ്പോ എങ്ങനെ ഇരിക്കുവാണെങ്കിലും നിങ്ങളെ കാണിച്ചു തരാം. അപ്പൊ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തതാണ്. അപ്പൊ ഇനി ഞങ്ങൾ ചായയുടെ കൂടെ കഴിക്കാൻ കാണിക്കാം. ഒരു ജോലി നമ്മൾ പലതവണ ചെയ്യുമ്പോ ചിലപ്പോ എന്തെങ്കിലുമൊക്കെ ചെറിയ പോരായ്മകളൊക്കെ വരും. ബട്ട് ദാറ്റ് ഈസ് ഓക്കെ, പെർഫെക്റ്റ്ലി ഓക്കെ ആണ്. കാരണം വീട്ടിൽ തന്നെ ഉണ്ടാക്കുമല്ലേ, അതൊന്നും കുഴപ്പമൊന്നുമില്ല. പിന്നെ നമുക്ക് കഴിക്കാം. ഇത് നല്ല രുചിയാണ് കേട്ടോ. ഞാൻ നേരത്തെ കഴിച്ചിരുന്നു. ഇനി നിങ്ങളെ കാണിച്ച് ഒന്നുകൂടി കഴിക്കാം. ഒരു കുഴപ്പമില്ല. പ്ലേറ്റിൽ എടുത്ത് വെക്കാം കേട്ടോ. ഞാൻ ഇച്ചിരി ഷേപ്പ് തീരെ മോശമായിട്ടുള്ളത് എടുത്തേ ഒന്ന് കഴിച്ച് നിങ്ങളെ കാണിക്കാം. അതെ, നല്ല നല്ല അതൊക്കെ സോഫ്റ്റ് ആണ്. അതെ, ഇഞ്ചിയുടെ ചീരയുടെ ഒക്കെ ടേസ്റ്റ് ഉണ്ട്. ചീരയുടെ ടേസ്റ്റ് ഇച്ചിരൂടെ ഇറങ്ങിയാലും നല്ലതാണ്. ഞാൻ ഒരു പിടി എടുത്തു വെച്ചായിരുന്നുള്ളൂ. കുറച്ചുകൂടെ ചീര ചേർത്താലും നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നണം. തീർച്ചയായിട്ടും ഇഞ്ചിയുടെയും ചുമന്നുള്ളിയുടെയും നല്ല ടേസ്റ്റ് ഉണ്ട്. സാധനം നല്ലതാ. അതെ, അടിപൊളിയാ. ജഗത്തൊക്കെ നല്ല പാകം വേവ് ശരിക്കും മുരിഞ്ഞിട്ടുണ്ടെന്നാ കരിഞ്ഞിട്ടുമില്ല. അതെ, ഓക്കെ. അമ്മ ഉണ്ടാക്കിയ പരിപ്പുവട കഴിച്ചോ? ചീര പരിപ്പുവടയാ. വെറൈറ്റിയാ. കഴിച്ചു നോക്കിയേ. ഭയങ്കര വെറൈറ്റിയാ. വീണ്ടും തണ്ണിമത്തങ്ങ എത്തി. നല്ല മധുരം. ഇത് കുറച്ച് തണുപ്പിക്കണം. 1/3 കട്ട് ചെയ്തോളൂ. ഉഷാറാവും. 2/3 ഫ്രിഡ്ജിലാ. ഇങ്ങനെ അമ്മക്ക് 2/3 പിടികിട്ടി. പ്രായായില്ലേ, കണക്ക് മാഷ് കളിപ്പിക്കല്ലേ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു എന്റെ കാൽക്കുലേഷൻ സമ്മതിക്കണം. ഫ്രിഡ്ജിലൊന്നെടുത്ത് നോക്കിക്കേ. ശരിയല്ലേ? ആദ്യം ഇതൊന്ന് കഴിക്കാം. ചീരപ്പരിപ്പുവട നല്ല ടേസ്റ്റ് ചെയ്തോ. എല്ലാരും കുത്തി എടുത്തോന്നാ. ആദ്യം ചീരപ്പരിപ്പുവട ഒന്ന് കഴിക്കട്ടെ. ചീരപ്പരിപ്പുവട ഒന്ന് എടുത്തു നോക്കിയേ. ചീരപ്പരിപ്പുവട ഭയങ്കര വെറൈറ്റിയാ. എങ്ങനെയുണ്ട്? നല്ലതല്ലേ? മസാല ഈ പരിപ്പ് എപ്പോഴും ഗ്യാസാണ്. ചീര ഉണ്ടെങ്കിലാണ്. ചീര വരുമ്പോ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് അതിന്. അതെ 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 അതെ. അല്ല, ഇവിടെ ഉണ്ടാക്കുന്ന പരിപ്പുകളുടെ പൊതുവെ നല്ലതാണ്. ഹറിബറി ആയി പോയി. ദേ ഇനി എടുത്തോ, ഞാൻ കഴിച്ചതാ. എനിക്ക് ഇത്ര ഒന്നും വേണ്ട, ഞാൻ കുറെ കഴിച്ചു. നല്ല രുചിയാ. ഭയങ്കര വെറൈറ്റി ആട്ടോ. വെറൈറ്റി ടേസ്റ്റായി. ചീരയുടെ ടേസ്റ്റ് വന്നപ്പോഴേ പരിപ്പുവടയുടെ മുഖഛായ തന്നെ മാറിപ്പോയി. ഇതേ കഴിച്ചോ? 2 ഉണ്ട്. ഞാൻ കഴിച്ചു. ഞാൻ കുറെ കഴിച്ചു. ഇത് ശരിക്കും മസ്റ്റ് ട്രൈ ആണ്. നല്ല രുചിയായിരുന്നേ. അതെ നല്ല നല്ല അറ്റംപ്റ്റാ. കേട്ടോ, കയ്യിൽ എന്നാ ഉള്ളേ? ആഹാ, ഓർഗാനിക് ആണല്ലോ. വീട്ടിൽ പോയി കൊണ്ടുവന്നാ. ഏത്? അതിന്റെ ആണോ നല്ലത്? അതാണ് ഏറ്റവും നല്ലത്. ഓഹോ, അതെന്താ അങ്ങനെ പറയാൻ കാര്യം? അതിനൊരു സോഫ്റ്റ്നെസ് ഉണ്ട്. പാളയംകുളം ഈ പറഞ്ഞ മാതിരി പഴമാണേലും വാട്ടർ കണ്ടന്റ് ഉള്ളതല്ലേ. അമ്മ പറഞ്ഞ് ചിലതൊക്കെ കഴിക്കുമെന്ന്. പാളയംകുളന്റെ പഴം നല്ലത്, പിണ്ടി നല്ലത്,
വാഴക്കൂമ്പ് നല്ലത്, സുലഭമായ ഇലകളും നല്ലത്. ആ ആ ആ അമ്മ പറഞ്ഞു ഏത്തക്കായുടെ ഒക്കെ ചിലപ്പോ കഴിക്കുമെന്ന് ഇല്ലേ? ഏത്തക്കായ പൂവനെടുക്കൂല. ആ ആ ആ പാളയംകുടം കഴിഞ്ഞാൽ ഏത്തയാ നല്ലത്. അത് ശരി. പൂവന്റെ കൊള്ളൂല. ആ പിന്നെ ഞാലിപ്പൂവിന് എടുക്കാം, കുറച്ച് ഇച്ചിരി തമർപ്പൊക്കെ ഉണ്ടാവും. ഓക്കെ, പേരയ്ക്ക മുറിക്കാം. ഇച്ചിരി പഴുപ്പ് ഇതായി പോയി. വാങ്ങിയ പേരയ്ക്കാട്ടോ, നാടനാ. നടന. ഓക്കെ, കഴിച്ചു നോക്കി മധുരം ഉണ്ടോന്ന് അറിയാലോ. നമ്മുടെ പേരൊക്കെ കഴിഞ്ഞു കേട്ടോ, പക്ഷെ അതിൻ്റെയൊക്കെ ഒരു മണ. അതിന്റെ സെയിമാ. സെയിം അല്ലേ? നമ്മുടെ അതേ സെയിം പേരൊക്ക. നീ 2 ദിവസം മുമ്പ് മേടിച്ചത് കാരണമായിരിക്കും ചെറിയ ഒരു പഴുപ്പ് ഇതായിട്ടുണ്ടാവും. ഫ്രഷ് ആയിട്ട് അന്നേരമാണെങ്കിൽ നല്ല സൂപ്പർ. അതെ നല്ല അപ്പൊ കൊടുത്തോ, നല്ല കേട്ടോ. കാണാൻ നല്ല അഴക്. കൊടുക്കാം. ഇതാക്കാൻ പോയി പറ്റില്ല, മാറ്റാൻ അറിയാം. നാളത്തേക്ക് ഇപ്പൊ ചെയ്യാൻ പറ്റില്ലെന്ന് അറിയാം. നമ്മുടെ അതേ പേരയ്ക്കാ അല്ലേ? സെയിം പേരയ്ക്കാ.